കുറേ നാളുകളായി നമുക്കറിയാം കശ്മീരിലെ സ്ഥിതി, അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അങ്ങനെ പൊതുവിൽ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. അപ്പോൾ അത്തരമൊരു അന്തരീക്ഷം അത് തകർക്കുക, അപ്പോൾ അത് ആസൂത്രിതമാണ്. പിന്നിൽ പാകിസ്ഥാൻ എന്ന് തന്നെ കരുതേണ്ടി വരുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ കൂടി വായിക്കുമ്പോൾ വിജയകുമാർ. ഉന്മേഷ്, ഈ TRF എന്നത് യഥാർത്ഥത്തിൽ ലഷ്കർ ഇ തൊയ്യബ് തന്നെയാണ്. ലഷ്കർ ഇ തൊയ്യബയുടെ ഒരു പ്രോക്സി യൂണിറ്റാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ടെറർ ഓർഗനൈസേഷൻ. ഇത് നേരത്തെ ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മതപരമായ പേരുകളൊക്കെ ഒഴിവാക്കി പ്രാദേശിക ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. TRF ആണ് ഇതിന് പിന്നിൽ എന്നത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. സുരക്ഷാ സേന അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ലെങ്കിലും TRF 1974 ശ്രീനഗറിൽ ജനിച്ച ഷെയ്ഖ് സജ്ജാദ് എന്നാണ് അറിയപ്പെടുന്നത്. അയാളാണ് ഇതിൻ്റെ സ്ഥാപകൻ. അയാൾ ഹാഫിസ് സയ്യിദ് എന്ന ലഷ്കർ ഇ തൊയ്യബയുടെ ചീഫിൻ്റെ വളരെ അടുത്ത അനുയായിയാണ്. അങ്ങനെ ഈ ലഷ്കർ ഇ തൊയ്യബയിൽ ആകർഷണനായി ഇയാൾ പാകിസ്ഥാനിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു ഭീകരനാണ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. അയാളാണ് ഈ ഗ്രൂപ്പ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ഇത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷമാണ് ഈ സംഘടനയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്താറുള്ളത്, ആളുകളെ ചേർക്കാറുള്ളത്. കഴിഞ്ഞ 2022 മുതൽ 25 വരെ കശ്മീരിൽ പിടിയിലായ ഭീകരവാദികളിൽ കൂടുതൽ ആളുകളും ഈ സംഘടനയുമായി അഫിലിയേഷൻ ഉള്ളവരാണ് എന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ചിലർക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ പലപ്പോഴും പെട്ടെന്ന് പതിയിരുന്ന് ആക്രമണം നടത്തുക എന്നതാണ് ഇവരുടെ രീതി. ഫാൽക്കൺ സ്ക്വാഡ് എന്നൊരു സ്ക്വാഡുണ്ട്. പലപ്പോഴും ഈ അമർനാഥ് തീർത്ഥാടകരെ അല്ലെങ്കിൽ ആ നിലയിലുള്ള തീർത്ഥാടകരെ സേനകളുടെ കോൺവോയ് ഒക്കെ ആക്രമിക്കുകയാണ് ഫാൽക്കൺ എന്ന് പറയുന്ന സ്ക്വാഡിൻ്റെ രീതി. ഇതുപോലെ വലിയൊരു ആക്രമണം ഇതുവരെ അവർ നടത്തിയിരുന്നില്ല. ഇതാദ്യമായാണ് ഇത്രയും ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്ന ഒരു ആക്രമണത്തിന് ഈ ഫാൽക്കൺ സ്ക്വാഡ് TRFൻ്റെ ഫാൽക്കൺ സ്ക്വാഡിന് കഴിയുന്നത്. അതിന് ഇത്തവണ അവർക്ക് കഴിഞ്ഞത് മിലിറ്ററി യൂണിഫോമിലെത്തി ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ എത്തിയ വിനോദസഞ്ചാരികളുമായി അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അവരുടെ പേരും ഒക്കെ ചോദിച്ച് അതിനുശേഷം അവരെ ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ അവർ ദൃക്സാക്ഷികളടക്കം അവിടെ പറയുന്നതും അവിടുന്ന് വരുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതും അതാണ്. അങ്ങേയറ്റം ദാരുണമായിരുന്നു അവിടെ കൊല ചെയ്യപ്പെട്ടവരുടെ അവസ്ഥ. നേരത്തെ കർണാടകയിൽ കൊല്ലപ്പെട്ട മഞ്ജുനാഥിൻ്റെ ഭാര്യയുടെ ഒക്കെ നിലവിളികൾ നമുക്കതിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു സ്ത്രീ സഹായം അഭ്യർത്ഥിച്ച് നിലവിളിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ, നമ്മളുടെ കാതിൽ ഇങ്ങനെ വീണ്ടും നമുക്ക് അലയടിക്കുന്നതാണ് അവരുടെ നിലവിളികൾ. അങ്ങനെ ആ നിലവിളികൾ ആ താഴ്വരയിലാകെ ഏതാണ്ട് 2:45-3 മണി മുതൽ സൈന അവിടെ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു. അവിടെ മനോഹരമായൊരു താഴ്വരയാണ്. മനോഹരമായ താഴ്വര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു താഴ്വര, നമ്മൾ ദൃശ്യങ്ങളിൽ ഒക്കെ കണ്ടിട്ടുള്ള മനോഹരമായ താഴ്വരയാണ് അത്. അവിടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത്. അവിടെ 2:45 മുതൽ ഈ തീവ്രവാദികൾ അവിടെ എത്തുന്നുണ്ട്. അവർ പിന്നീട് തുടർച്ചയായി വെടിയുതിർക്കുകയാണ് ചെയ്തത്. അവിടെ എത്തിയ നാട്ടുകാരാണ് ഈ അവിടെ നിന്നുള്ളവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പഹൽഗാമിലാണ് എത്തിക്കേണ്ടത്. പഹൽഗാമിലേക്ക് വരണമെങ്കിൽ കുതിരപ്പുറത്തൊക്കെ വേണം എത്താൻ. അതുകൊണ്ട് കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുകയും ഒക്കെ ചെയ്തു. ഈ ഫാൽക്കൺ സ്ക്വാഡിലെ ഈ പറയുന്ന ഭീകരർ പിന്നീട് ഓടിമറഞ്ഞു എന്നാണ്, കാട്ടിലേക്ക് തന്നെ ഓടിമറഞ്ഞു എന്നാണ് പറയുന്നത്. അല്പസമയം മുമ്പ് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഒരു ട്വീറ്റിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള സൈനിക നടപടി അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഉന്മേഷ് പറഞ്ഞതുപോലെ ഒറ്റക്കാര്യം ഉറപ്പാണ്, ഇതിൽ അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെ എത്തിയിട്ടുണ്ട്. കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ശക്തമായ സർക്കാരുണ്ട്, ജനാധിപത്യം അവിടെ നടമാടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നു. ഇത്തവണ ബൂത്ത് പിടുത്തമോ തെരഞ്ഞെടുപ്പ് അട്ടിമറിയോ ഒന്നുമില്ലാതെ നന്നായി തെരഞ്ഞെടുപ്പ് നടന്നു. ഏതാണ്ട് നല്ല പോളിംഗ് രേഖപ്പെടുത്തിയ പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അവിടെയുണ്ട്. ആ സർക്കാരിന് കീഴിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നതിനനുസരിച്ച് പ്രാദേശിക സമ്പദ്ഘടന ശക്തമായി വരികയാണ്. അവിടുത്തെ ജനങ്ങൾ അവരുടെ കച്ചവടം, അതുപോലെ ഈ പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അവരുടെ കച്ചവടം, അവർക്ക് ജോലി ലഭിക്കുന്നു, അവർക്ക് വരുമാനം എത്തുന്നു, അവരുടെ കൈകളിലേക്ക് പണം എത്തുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടുകാരെ ഭയപ്പെടുത്തി
ഭീകരപ്രവർത്തനത്തിനോ അതിനോ റിക്രൂട്ട്മെന്റിനോ നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പാകിസ്ഥാന്റെ ആ നിലയിലുള്ള നീക്കങ്ങൾ അവിടെ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ട് ഈ ആപ്പിൾ തോട്ടങ്ങളിൽ ഭീതി പരത്താൻ ഇടയ്ക്ക് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സുരക്ഷാ സേനയും നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് അവരെ തിരിച്ചോടിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കശ്മീർ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ പോലെ തന്നെയും പുലരുന്ന ഒരു സമാധാനം പുലരുന്ന അവസ്ഥയിൽ എത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ നിലയിൽ ഒരു ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. അത് അവിടെ ഭീതി പരത്താനും അവിടെ ആശങ്ക സൃഷ്ടിക്കാനും അവിടേക്ക് ലോക്കൽ എന്നാൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്നു തടയാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വേണം അതിനെ കാണാൻ. എന്തായാലും അത് ഏത് നിലയിലാണ് ഇനിയിപ്പോൾ കശ്മീരിലെ സർക്കാരും ഇന്ത്യ ഗവൺമെന്റും ഒക്കെ തിരിച്ചടിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് ഇനി അടുത്ത മണിക്കൂറുകളിൽ അറിയേണ്ടത്.